സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് ഓണാഘോഷവും പുസ്തക പ്രകാശനവും നടന്നു. നമ്മുടെ 65 കവികൾ എഴുതിയ കവിതകളുടെ ഒരു കവിതാ സമാഹാരത്തിന്റെ പുസ്തക പ്രകാശനം, ശ്രാവണ ഗീതങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങും ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായതിൽ വളരെ സന്തോഷം. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചടങ്ങ് അതായത് നമ്മളുടെ സൃഷ്ടിപദ ആലപ്പുഴ യൂണിറ്റിന്റെ ശ്രാവണ ഗീതങ്ങൾ എന്ന പുസ്തക പ്രകാശനവും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. നന്ദി. സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് ഓണാഘോഷവും പുസ്തക പ്രകാശനവും നടന്നു. സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് ഓണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കുന്ന കവിതാ സമാഹാരമായ ശ്രാവണഗീതങ്ങൾ പ്രകാശനം ചെയ്തു. സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് സെക്രട്ടറി സുരേഷ് പള്ളിത്തോട് അധ്യക്ഷത വഹിച്ചു. സൃഷ്ടിപദം പബ്ലിക്കേഷൻസ് സബ് എഡിറ്റർ അമ്പിളി സജീവ് സ്വാഗതവും ജില്ലാ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TV ഹരികുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. വിനീത അനീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സതീശൻ അത്തിക്കാട് പുസ്തക പ്രകാശനവും സുവർണകുമാരി പുസ്തക ഏറ്റുവാങ്ങലും നിർവഹിച്ചു. ജോസഫ് മാരാരിക്കുളം, രാജു പള്ളിപ്പറമ്പിൽ, പൂച്ചാക്കൽ ഷാഹുൽ, മധു കാവുങ്കൽ, ഷാജി വിൽസൺ, ഡോക്ടർ പ്രേംകുമാർ, സുധാംശു, ഷീന അജി, ലോലിത മധു, സുരേഷ് പള്ളിത്തോട് എന്നിവർ സംസാരിച്ചു. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അത് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ വീക്ഷണ കോണനുസരിച്ചിട്ടാണ് ഓണം ഉള്ളത്. പട്ടിണി കിടക്കുന്ന ഒരുത്തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ഓണം. ഈ 65 കവികളിൽ പലരുടെയും ആദ്യത്തെ കവിതയായിരിക്കും പുസ്തക രൂപത്തിൽ പ്രകാശിതമാകുന്നത്. അത്തരക്കാർക്ക് അവരുടെ കവിതയുടെ പ്രകാശനമാണ് ഓണം. ഈ ഓണ കവിതകൾ എഴുതിക്കുന്ന കലാകാരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ കാലത്തിനപ്പുറത്തേക്ക് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നല്ല ഭാവനാ സമ്പത്തുള്ള നിരവധി ആൾക്കാരുടെ രചനകൾ സൃഷ്ടിപദം കൂട്ടായ്മയിലെ വാട്സാപ്പിലൂടെ കാണാറുണ്ട്. ഒന്നിനും കമന്റുകളൊന്നും ഞാൻ എഴുതാറില്ല, പക്ഷെ വായിക്കാറുണ്ട്, കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഒരുപാട് പേരെ നിങ്ങൾക്കറിയാം, ഒരുപാട് പേരെ നിങ്ങൾക്കറിയാനും വയ്യ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അക്ഷരത്തിന്റെ തിരുമുറ്റത്തിരിക്കുവാൻ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരിക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ കേരള നാട്ടിൽ ഉണ്ടായത് നാളെ 97ാമത് മഹാസമാധിസ്ഥനായ ആ ചടങ്ങുകൾ ആചരിക്കപ്പെടുന്ന മഹാഗുരുവിന്റെ പ്രവർത്തനത്തിന്റെ ഫലം.